നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു രോഗമാണ് COPD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസീസസ്. ഈ രോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കേശവൻ നായർ ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. COPD എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? COPD എന്ന പദം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് രണ്ട് തരം രോഗങ്ങളെയാണ്. ഒന്ന് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്, പിന്നെ എംഫിസീമ എന്ന് പറയുന്ന ഈ രണ്ട് കണ്ടീഷൻസിനെയും കൂടെ ചേർത്താണ് COPD എന്ന് പറയുന്നത്. മുമ്പ് നമ്മൾ എല്ലാവർക്കും ആസ്മ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് കുറേ നാൾ എല്ലാവരും COPD എന്ന് പറഞ്ഞു. ഇപ്പം രണ്ടും കൂടെ രണ്ടിൻ്റെയും ലക്ഷണങ്ങളുള്ള അസുഖത്തെ ഇപ്പോൾ നമ്മൾ ആസ്മ COPD ഓവർലാപ്പ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇങ്ങനെ മൂന്ന് രോഗങ്ങളാണ് സാധാരണയായി ശ്വാസകോശ കുഴലുകളെ അഫക്റ്റ് ചെയ്യുന്നത്. ആസ്മ വളരെ ചെറുപ്പകാലം മുതലേ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്, അലർജി കാരണമാണ് മിക്കവാറും. അതേസമയം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിന് എന്തെങ്കിലും ഒരു ഇൻസൾട്ട്, അതായത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് പുകവലി തന്നെയാണ്. അല്ലാതെ പൊല്യൂഷൻ കാരണവും പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലും പലയിടത്തും ഈ നമ്മൾ ചാണകം ഉണക്കി ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന അവരുടെ ഇടയിലും വളരെയധികം കാണപ്പെടുന്ന ഒരു അസുഖമാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. അത് പുകവലിക്കാർക്ക് ക്രോണിക് ബ്രോങ്കൈറ്റിസ് വളരെ നാൾ നീണ്ടു നിന്നാൽ എംഫിസീമ ആയി മാറും. ഇവ രണ്ടും കൂടെ ചേർന്നാണ് COPD അല്ലെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ലക്ഷണങ്ങളിലൂടെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണയായി പുകവലിക്കാരിൽ തന്നെയാണ് കാണുന്നത്. അത് തുടർച്ചയായി വളരെ 2-3 മാസം തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന ചുമ, ഒരു 2 വർഷം അടുപ്പിച്ച്. അത് കൂടുതലും കാണപ്പെടുന്നത് വിൻ്റർ സീസൺ അല്ലെങ്കിൽ തണുപ്പ് കാലങ്ങളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നമ്മുടെ നാട്ടിൽ മഴക്കാലത്താണ് വളരെയധികം കാണുന്നത്. ഇതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസിൻ്റെ ലക്ഷണം. എംഫിസീമ എന്ന് പറയുന്നത് ഈ പേഷ്യൻറ്റിന് വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടൊന്നും കാണില്ല, പക്ഷേ എന്തെങ്കിലും ഒന്ന് അനങ്ങി ജോലി ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ശ്വാസം മുട്ടും ബുദ്ധിമുട്ടും വരും. പടി കയറുമ്പോഴും കയറ്റം കയറുമ്പോഴും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമാണ് എംഫിസീമ. ഇത് എങ്ങനെയാണ് രോഗനിർണയം നടത്തുന്നത്? സാധാരണയായി പേഷ്യൻസ് തന്നെ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. അതുകൊണ്ടാണ് കണ്ടുപിടിക്കാനും വളരെയധികം താമസിക്കുന്നത്. തുടർച്ചയായ ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, അതിനോടുകൂടി കഫത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് കാണാം ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യൻസിന്. എംഫിസീമ ആണെങ്കിൽ സാധാരണ കുറച്ചുകൂടെ അവർ ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ വരും. അവർക്ക് സാധാരണയായി ശ്വാസം മുട്ടലാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പം പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ചുമയും ശ്വാസം മുട്ടലും തന്നെയാണ് ഇവരുടെ പ്രധാന പ്രശ്നങ്ങൾ. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വിളിക്കുകയാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. രാജേന്ദ്രൻ. സാർ, അത് രാത്രി ആകുമ്പോഴേ നെഞ്ചിനകത്ത് അങ്ങ് ശ്വാസം മുട്ടും, അതിന് വരുമോ ബലുവ് പോലെ രാത്രിയിലേ ഉള്ളു. നമ്മളൊരു ബിനോലാപ്പ് ഡെറിഫിലിൻ അങ്ങനെ ഗുളികൾ കഴിക്കുന്നുണ്ട്. എത്ര നാളായിട്ടുണ്ട്? ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി. 3 വർഷമോ? 3 വർഷത്തോളമായി. ഗുളിക മുമ്പ് പുക വലിക്കുന്നുണ്ട്. ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ COPD എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലോട്ട് പോകാൻ പാടില്ല. പുകവലി നിർത്തിയില്ലെങ്കിൽ അത് ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. ശ്വാസക്കോശ ചുരുക്കം വരുമ്പോഴാണ്, അത് രാത്രിയാകുമ്പോൾ നമ്മൾ അന്തരീക്ഷ വായു തണുക്കുമ്പോൾ ആ തണുത്ത വായു ശ്വസിക്കുമ്പോഴാണ് ശ്വാസം മുട്ടൽ കൂടാനുള്ള സാധ്യത. അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പം, അങ്ങനെയാണെങ്കിൽ കുറച്ച് നാൾ തുടർച്ചയായിട്ട് മരുന്നോ അല്ലെങ്കിൽ ഇൻഹേലറോ എന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. ഈ രാത്രിയിലാകുമ്പോഴേ ഓരോ സൈസ് ഗുളിക ഡെറിഫിലിൻ, പിന്നെ IV ഫ്രെഡ്, വിനോലാപ്പ്, അത് ഒരെണ്ണം വീതം. എത്ര നാളായിട്ട് IV ഫ്രെഡ് കഴിക്കണോ? എന്തോ 3 വർഷമായി. അയ്യോ, IV ഫ്രെഡ് അങ്ങനെ കഴിക്കുന്ന ഗുളികയല്ല കേട്ടോ. തുടർച്ചയായിട്ട് കഴിക്കേണ്ട ഗുളികയല്ല IV ഫ്രെഡ്. ഡെറിഫിലിൻ കഴിക്കാം, പക്ഷെ IV ഫ്രെഡ് പല ദോഷഫലങ്ങളുമുള്ള ഗുളികയാണ്. അത് നമ്മൾ വളരെയധികം ശ്വാസം മുട്ട് കൂടുമ്പോൾ ഒരു ചെറിയൊരു പീരീഡിൽ മാത്രം കഴിക്കുന്ന ഗുളികയാണ്. തുടർച്ചയായിട്ട് കഴിക്കരുത്. അതിൻ്റേതായ ദോഷം വളരെയധികം ഉണ്ടാവും. ഷുഗർ കൂടും, പ്രഷർ കൂടും കേട്ടോ. ഏത് പ്രായക്കാരിലാണ് ഈ അസുഖം കൂടുതലായിട്ട്? സാധാരണയായി മധ്യവയസ്കരിലും അത് വളരെ വയസ്സ് എന്നവരിലുമാണ് ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസും എംഫിസീമയും കാണുന്നത്.
വളരെ നാളത്തെ പുകവലി മൂലമാണ്. പക്ഷേ എല്ലാ പുകവലിക്കാർക്കും COPD വന്നു കൊള്ളണമെന്നില്ല. ഒരു 25 മുതൽ 30% ആൾക്കാർക്ക് മാത്രമേ പുകവലിക്കാരിൽ പോലും COPD ഉണ്ടാകുന്നുള്ളൂ. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ആർക്കാണ് വരുന്നത് എന്ന്. വളരെ അപൂർവമായി മാത്രമേ അതൊരു പാരമ്പര്യമായിട്ട് COPD ഉള്ളവർ വരുന്നുള്ളൂ. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. COPD പ്രതിരോധിക്കാനായിട്ട് വാക്സിനുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട്? COPD പ്രതിരോധിക്കാനുള്ള വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. COPD വരാതിരിക്കുക എന്നല്ലെങ്കിൽ വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം വന്നു കഴിഞ്ഞാൽ അതൊരു വളരെയധികം പ്രോഗ്രസ് ചെയ്യുന്നതും വളരെ നാൾ നീണ്ടു നിൽക്കുന്നതുമായ ഒരു അസുഖമാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ സിഗരറ്റ് വലി ഒഴിവാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പോഷർ ടു ഈ ഗ്യാസസ് ഫ്യൂംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ COPD രോഗികൾ ഈ വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും വളരെയധികം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ രോഗികളിൽ. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇപ്പം പാശ്ചാത്യ നാടുകളിലും ഇപ്പം നമ്മുടെ നാട്ടിലും കുറേശ്ശെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വൈറൽ വാക്സിൻ. എസ്പെഷ്യലി ഇൻഫ്ലുവൻസ വൈറസാണ് വളരെയധികം മാരകമായ ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനായി ഇൻഫ്ലുവൻസ വാക്സിനും പിന്നെ ന്യൂമോകോക്കസ് എന്ന് പറയുന്ന അണുക്കളാണ് വളരെ മാരകമായ ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങളും പ്രതിരോധിക്കുവാനായിട്ട് വൈറൽ വാക്സിനും ബാക്ടീരിയൽ വാക്സിനും ഇപ്പോൾ അവൈലബിളാണ്. അത് 60-65 വയസ്സ് കഴിഞ്ഞ് പ്രായമുള്ള രോഗികളിൽ ഏകദേശം ഒരുവിധം നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് പാശ്ചാത്യ നാടുകളിൽ. ഇവിടെയും വളരെയധികം രോഗികൾക്ക് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നല്ല പ്രയോജനമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വൈറസ് ഇൻഫെക്ഷൻസ് വളരെയധികം കോമണായി വരികയാണ്. പണ്ടത്തെ പോലെ സീസണലല്ല, ഇപ്പം ത്രൂ ഔട്ട് ദ ഇയർ വൈറസ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു നല്ല ശതമാനം പേരിലും ആ ഒരു വലിയ വൈറസ് ഇൻഫെക്ഷൻസ് വരാതെ പ്രതിരോധിക്കാൻ സാധിക്കും. COPD കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി പേഷ്യൻറ്റിന് ചുമച്ചതിൻ്റെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, പ്രതിരോധ ശക്തി വളരെയധികം കുറയും ശ്വാസകോശത്തിൻ്റെ. അതുകൊണ്ട് അവർക്ക് റിപ്പീറ്റഡായിട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യൻസിന് കൂടുതൽ നാൾ ക്രോണിക് ബ്രോങ്കൈറ്റിസ് നിൽക്കുമ്പോൾ അത് ഹാർട്ടിനെ ബാധിക്കാം. റൈറ്റ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും, കോർപ്പൾമണൈൽ എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറയുന്ന, അതായത് ശ്വാസകോശ സംബന്ധമായി ഉണ്ടാകുന്ന ഹൃദയത്തിനുണ്ടാകുന്ന ഒരു ക്ഷതമാണ് കോർപ്പൾമണൈൽ എന്ന് പറയുന്ന ആ ഒരവസ്ഥ. പിന്നൊരു സീരിയസ് പ്രശ്നം വരുന്നത് ഈ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകാം. ഈ 2ആണ് ഗുരുതരാവസ്ഥയിൽ ഉണ്ടാകുന്ന COPDയുടെ കോംപ്ലിക്കേഷൻസ്. എന്തൊക്കെ ക്ലിനിക്കൽ ടെസ്റ്റിലൂടെയാണ് ഇത് നിർണ്ണയിക്കുന്നത്? സാധാരണ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ റൂട്ടീൻ ടെസ്റ്റ് ചെയ്യാം. പിന്നെ എക്സ്റേ, ഈവൻ ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് CT സ്കാൻ ടെസ്റ്റ് ചെയ്യാം. പിന്നെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റാണ് മെയിനായിട്ട് നമ്മൾ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ശ്വാസക്കുഴലുകളുടെ വികാസം ചുരുക്കം കണ്ടുപിടിക്കുന്നതും കപ്പാസിറ്റിയൊക്കെ അറിയുന്നതുമായിട്ടുള്ള ടെസ്റ്റാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഒരു COPD ഉള്ള രോഗിയെ രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്നത്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ ആസ്മയാണോ COPD ആണോ എന്ന് പലപ്പോഴും ഒരു സംശയം തോന്നാം. അപ്പോൾ ആസ്മക്കാരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഹെയിൽഡ് ബ്രോങ്കോഡൈലേറ്റർ, അതായത് ഈ നെബുലൈസേഷൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇൻഹേലർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വികാസമുണ്ടാകും ശ്വാസക്കുഴലിന്, ചുരുക്കം ഉണ്ടെങ്കിൽ പോലും. അതേസമയം ഈ COPD ഉള്ളവർക്കാണെങ്കിൽ വളരെ ചെറിയതായിട്ടുള്ള ഒരു മാറ്റം മാത്രമേ ഉണ്ടാവൂ. അതാണ് എസെൻഷ്യലായിട്ട് ഉള്ളൊരു ഡിഫറൻസ്. അതല്ലാതെ കൂടുതൽ സീരിയസ് ആവുമ്പോൾ വളരെയധികം ടെസ്റ്റുകൾ, കൂടുതൽ സങ്കീർണമായ ടെസ്റ്റുകളുണ്ട്. DLCO എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുന്നുണ്ടോ ശ്വാസകോശത്തിനെന്നൊക്കെ നോക്കാനുള്ള ടെസ്റ്റുകളും വേണമെങ്കിൽ ചെയ്യാം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? അബ്ദുൽ ഹമീദ്. പറഞ്ഞോളൂ, ചോദിക്കാം. ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ഈ കിതപ്പ്, ഭയങ്കര കിതപ്പാണ്. എത്ര നാളായിട്ടാ?
അതിപ്പോ നേരത്തെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു മാസമായിട്ട് വളരെ കൂടുതൽ. ആ ഇപ്പൊ ഈ ഇതിനടക്ക് ഞാൻ മഞ്ചേരിയിൽ ഒരു ഡോക്ടറെ കാണിച്ചപ്പോ സംബന്ധമായിട്ടുള്ള ഒരു ഡോക്ടറാണ് കണ്ടത്. ആ. അപ്പൊ അങ്ങനെ ഒരു എക്കോ എടുത്തു, TMT എടുത്തു. അപ്പൊ അതിലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരു മാസം മരുന്ന് എഴുതുന്നുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുകവലിക്കുമോ? പുക വലിച്ചിരുന്നു, നേരത്തെ 1 വർഷം മുമ്പ് നിർത്തിയതാ. എത്ര വർഷം വലിച്ചിരിക്കും? അത് കുറെ കാലം കുറച്ചിട്ടുണ്ട്. ശ്വാസകോശ രോഗ വിദഗ്ധന്മാരാരെങ്കിലും കാണിച്ചിരുന്നോ? കാണിച്ചിരുന്നു. മഞ്ചേരിയിൽ? മഞ്ചേരി അവിടെ TB ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഇവിടെ. എനിക്കറിയാം. അവിടെ കാണിച്ചിരുന്നു. അപ്പം എന്താ പറഞ്ഞവരെ? ശ്വാസക്കുഴലുകൾക്ക് ചുരുക്കം ഉണ്ടെന്നെങ്ങാനും പറഞ്ഞോ? അന്ന് ഈ കിതപ്പത്രയില്ലായിരുന്നു, ചുമയുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള മരുന്നൊക്കെ തന്ന് തൽക്കാലം ആശ്വാസം കിട്ടും. അങ്ങനെ കിതപ്പ് ഒരു മാസമായിട്ടുള്ള വന്നിട്ട്. അപ്പോൾ ഒന്നുകൂടെ ശ്വാസകോശ രോഗനിർണയം നടത്തേണ്ടി വരും. കാരണം മുമ്പ് പുകവലിച്ചതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ കാണും. അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻ വന്നപ്പോഴായിരിക്കും ഇപ്പോൾ 1 മാസമായിട്ട് കൂടിയത്. അപ്പോൾ അത് അങ്ങനെയുള്ള ആശുപത്രിയിൽ തന്നെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഹാർട്ടിൻ്റെ ഒന്നും കാണത്തില്ല. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, എൻ്റെ പേര് ഇക്ബാൽ. ഞാൻ അബുദാബിന്ന് വിളിക്കണം. ഡോക്ടറിന് ചോദിച്ചോളൂ. ഹലോ സാർ. ഇക്ബാൽ, ചോദിച്ചോളൂ. പിന്നെ സാർ, എനിക്ക് കഫക്കെട്ടാണ്, അതായത് വിട്ടുമാറാത്ത കഫക്കെട്ട്. ഒരു 5-6 മാസമായി. അലർജി തോന്നുന്നു. എന്താ ജോലി? ജോലി സൂപ്പർ മാർക്കറ്റിലാണ്. ഇതിന് ഏത് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കാണിക്കണ്ടേ? ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് തന്നെ കാണിച്ചാൽ മതി അവിടെ. എന്ത് സ്പെഷ്യലിസ്റ്റ്? ചെസ്റ്റ്, നെഞ്ചുരോഗ വിദഗ്ധരാരെങ്കിലും ഉണ്ടെങ്കിലേ. അതായത് ഇടയ്ക്ക് ഞാൻ കാണിച്ചു, 3 മാസം മുമ്പ് കാണിച്ചപ്പോ ഒരു സാധാ ഫിസിഷ്യനെ കാണിച്ചപ്പോ അയാള് ആന്റിബയോട്ടിക് ഇതൊക്കെ തന്നു. അത് കഴിച്ചാൽ കുറച്ച് കുറഞ്ഞു. പിന്നെയും എപ്പോഴും ഉണ്ടാവില്ല, ഇടക്കിടക്ക് രണ്ടാമത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്നുള്ള അസുഖത്തിന്റെ തുടക്കമാണോ ഇല്ലെന്നുള്ളതൊക്കെ നോക്കണമെങ്കിൽ നെഞ്ചുരോഗ വിദഗ്ധരാരെങ്കിലും കാണിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. പ്രമേഹം, രക്താതിസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുമായിട്ട് ഈ COPDക്ക് ബന്ധം കാണപ്പെടുന്നുണ്ടോ? ബന്ധമല്ല. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി അത്രയും കുറയുന്നു. അപ്പോൾ ഇൻഫെക്ഷൻസിനുള്ള ചാൻസ് വളരെ കൂടുന്നു, അത്രയേ ഉള്ളൂ. COPD തുടക്കം മുതൽ തന്നെ നമുക്ക് ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ടോ? മിക്കപ്പോഴും രോഗികൾ വരുന്നത് തന്നെ വളരെയധികം ലേറ്റായിട്ടായി. കാരണം ഈ സ്മോക്കേഴ്സ് ആണ് കൂടുതൽ കാണുന്നത്. ഒരു ചുമ കാണും, പക്ഷേ അത് സാധാരണ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല ഈ ചുമയ്ക്ക്. അങ്ങനെ വളരെ നാൾ കഴിഞ്ഞ് കുറച്ചൊന്ന് സിവിയറായി കഴിയുമ്പോഴാണ് പലപ്പോഴും, അതായത് നമ്മൾ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ 70% ഈ FEV1 എന്ന് പറയും ഒരു പാരാമീറ്റർ ഉണ്ട്. അതാണ് ശ്വാസക്കുഴലിൻ്റെ ചുരുക്കം കാണിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പാരാമീറ്റർ. അപ്പോൾ അതിന് വളരെയധികം 30-40 ഒക്കെ ആയി കഴിയുമ്പോഴായിരിക്കും രോഗികൾ പലപ്പോഴും ആശുപത്രിയെ സമീപിക്കുന്നത്. അതാണ് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. ഇത് വളരെ പെട്ടെന്നുണ്ടാകുന്ന രോഗമാണോ? അതേ വളരെ ഗ്രാജുവലായിട്ട് വളരെ വർഷങ്ങൾ കൊണ്ടുള്ള പുകവലിയിൽ മാത്രമേ സാധാരണ കാണാറുള്ളൂ. വളരെ അപൂർവമായി മാത്രമേ ഒരു അക്യൂട്ട് ഇതായിട്ട് വരാറുള്ളൂ. അല്ലെങ്കിൽ അത് പലപ്പോഴും ഈ ക്രോണിക് ബ്രോങ്കൈറ്റിസ് പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അത് പെട്ടെന്നൊരു അക്യൂട്ട് ഇവൻ്റായിട്ട് മാറുന്നത്. ഇത് മരണകാരണമായിട്ട് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ നാൾ ഈ രോഗം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് ഹാർട്ടിനെ ബാധിക്കാം. അത് പലപ്പോഴും ഒരു സീരിയസ് സിറ്റുവേഷനാണ്. അതുപോലെ തന്നെയാണ് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ 2 അവസ്ഥയിലും മരണം സംഭവിക്കാം, ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ. ഇതുമൂലം ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് അത് കുറയ്ക്കാൻ സാധിക്കുന്നത്? ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ആർട്ടറിയിൽ ബ്ലഡിൽ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസ്, ABG അനാലിസിസ് എന്ന് പറയും. അപ്പോൾ അതിൽ രോഗിക്ക് നിലവണ്ണം ശ്വാസമൊന്നും എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളവർക്ക് കാർബൺ ഡൈ ഓക്സൈഡ് റിറ്റൻഷൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ആണ് പ്രധാനമായിട്ടും ഈ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് ABG തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അഥവാ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നോർമൽ ലെവൽ 45-ൽ കൂടുതലാവുകയാണെങ്കിൽ 55-70 ഒക്കെ ആകും പലപ്പോഴും ഈ രോഗികൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ നെബുലൈസേഷനായിട്ടോ കൊടുക്കാം.
പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാം. പിന്നൊന്ന് ഈ നോൺ ഇൻവേസീവ് വെൻറ്റിലേഷൻ എന്ന് പറയും. നമ്മൾ മാസ്ക് ഉപയോഗിച്ച് ഓക്സിജൻ മാസ്ക് പോലത്തെ കട്ടി മാസ്ക് വെച്ച് ഉപയോഗിച്ച് ഒരു നോൺ ഇൻവേസീവ് വെൻറ്റിലേഷൻ, ഒരു വെൻറ്റിലേറ്ററാണ്. അതായത് അത് കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ടിനായിട്ട് ഉപയോഗിക്കാം. വളരെയധികം കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോധക്ഷയം ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പലപ്പോഴും ഈ എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറഞ്ഞ് ട്യൂബ് ഇട്ടിട്ട് വെൻറ്റിലേറ്റർ ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ട് ചെയ്യേണ്ടി വരും. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഒരു ചെറിയ ഇടവേള. നമസ്കാരം, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് നിക്സൺ എന്നാണ്. ഞാൻ ഒമാനിൽ നിന്ന് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എന്റെ പേര് നിക്സൺ എന്നാണ്. എനിക്ക് ഈ PAP എന്നൊരു ലങ്സിന്റെ ഡിസീസ് ഇല്ലേ ഡോക്ടറെ? മനസ്സിലായില്ല. PAP, പൾമണറി ആൽവിയോളർ പ്രോട്ടീനോസിസ്. ആൽവിയോളർ പ്രോട്ടീനോസിസാ? അതെ. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് പറയാമോ? എനിക്കില്ല, കഴിഞ്ഞിടയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ ലങ്സിൽ ഇങ്ങനത്തെ ഒരു വൈറ്റ് ഷെയ്ഡ് പോലെ കണ്ട്. അത് CT സ്കാൻ എടുത്ത് ബയോപ്സി ചെയ്ത ഫൈനലി ഫൈൻഡ് ഔട്ട് ചെയ്തത് PAP ആണെന്ന് പറഞ്ഞത്. അത് നമ്മുടെ ശ്വാസകോശത്തിൽ ഒരു നീർക്കെട്ട് പോലെ ഉണ്ടാകുന്നതാണ്. ശ്വാസക്കുഴലുകളിലും ഉണ്ടാകും. അത് കാരണം ശ്വാസകോശത്തിനെയും ബാധിക്കാം. അത് രണ്ട് വിധത്തിൽ വരാം. പ്രൈമറി ആയിട്ട്, അതായത് വേറെ കാരണമില്ലാതെയും വരാം. അല്ലാതെ സെക്കൻഡറി അൽവിയോളർ പ്രോട്ടീനോസിസ് എന്ന് പറയും. അൽവിയോളർ പ്രോട്ടീനോസിസ് എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ അത് ശ്വാസക്കുഴലുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്വാസം മുട്ടുണ്ടാകും. ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്ന പരിശോധന ചെയ്തിട്ടുണ്ടോ? ബ്രോങ്കോസ്കോപ്പി ചെയ്ത് ഫസ്റ്റ് ബയോപ്സി ചെയ്ത് അതിലൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്തില്ല. പിന്നെ ബ്രോങ്കോസ്കോപ്പി വാഷിങ്സിലാണ് അത് കിട്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അത് വാഷ് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ചികിത്സ. അല്ലെങ്കിൽ ശ്വാസക്കുഴലുകൾ അത് നിറഞ്ഞു പോകും. അപ്പം ബ്രോങ്കോസ്കോപ്പി ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. അത് ആ ഒരു നീർക്കെട്ടിനെ വലിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രധാന ചികിത്സ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. COPD ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണോ? ഭേദമാക്കാൻ കഴിയുന്നതല്ല. കാരണം അതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ്. അതൊരു പ്രിവെൻറ്റബിൾ പ്രോഗ്രസീവ് കണ്ടീഷനാണ് ശരിക്കും പറഞ്ഞാൽ COPD. അപ്പോൾ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റുകയുള്ളൂ. അതിനാണ് പ്രധാനമായിട്ടും നമ്മൾ ഇൻഹേലേഴ്സും നെബുലൈസേഷൻസും ഒക്കെ ഉപയോഗിക്കുന്നത്. പലതരം ഇൻഹേലേഴ്സ് ഉണ്ട്. ഇൻഹേലറിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ അളവിലുള്ള മരുന്ന് നേരെ ശ്വാസക്കുഴലിലേക്ക് മാത്രം കിടത്തുന്ന ഒരു സംവിധാനമാണ് ഇൻഹേലർ മൂലം. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗുളിക കഴിക്കുമ്പോൾ അത് നമ്മുടെ വയറ്റിൽ ചെന്ന് രക്തക്കുഴൽ വഴി വന്നാണ് ഈ ശ്വാസക്കുഴലിനെ വികസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതേസമയം ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിലുള്ള മരുന്ന് മതി. അത് നേരെ ശ്വാസക്കുഴലിൽ മാത്രം പോവുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് എങ്ങനെ പ്രതിരോധത്തിലൂടെ COPD വരാതെ കാത്തു സൂക്ഷിക്കാം? പ്രധാനമായും നമ്മൾ പുകവലി നിർത്തുക എന്നുള്ളതാണ് പുകവലിക്കാരോട് പറയാനുള്ളത്. ബാക്കിയുള്ള കോസസ് ഒക്കെ വളരെ കുറച്ച് മാത്രമേ കാണാറുള്ളൂ. പൊല്യൂഷൻ കൊണ്ടും നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും പുകവലി തന്നെയാണ്. അപ്പോൾ പുകവലി നിർത്തുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു തടയാനുള്ള ഒരു മാർഗം. ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഇവിടെ ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അത് ചികിത്സിക്കുക. പിന്നെ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് കൊടുക്കാം. പിന്നെ ഈ വളരെയധികം നാൾ COPD നിൽക്കുന്നവർക്ക് രാത്രി ഉറക്കത്തിൽ വളരെയധികം ഓക്സിജൻ്റെ അളവ് വളരെയധികം താഴ്ന്നു പോകുന്നു. ഇങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ നൊക്ടേണൽ ഓക്സിജൻ തെറാപ്പി എന്ന് പറയും. അതായത് രാത്രി കിടക്കുമ്പോൾ ഓക്സിജൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ കോംപ്ലിക്കേഷൻസും അങ്ങനത്തെ ഇതൊക്കെ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് റജി എന്നായിരുന്നു. എനിക്കിപ്പോൾ 36 വയസ്സായിരുന്നേ. പറയാം. ഒരാഴ്ചക്ക് മുമ്പ് മറ്റേ എന്റെ തൊണ്ണയിൽ താഴേക്ക് ആകെ കിടക്കും ഭയങ്കര വേദനയും. അതുപോലെ വലത്തോട്ട് നല്ലപോലെ ഒന്ന് തിരിഞ്ഞു നോക്കും, വലതുകൊണ്ട് തിരിഞ്ഞു നോക്കും, നമ്മുടെ നെഞ്ചിന്റെ അവിടെ ഒരു വേദനയൊക്കെ ആയിരുന്നു തോന്നുന്നു സാറേ. എന്തായിരിക്കും കാരണം? സാധാരണ ഇപ്പോഴത്തെ വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വൈറൽ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ഈ ശ്വാസക്കുഴലിലെ തൊലി പോണതിൻ്റെ ഒരു എഫക്റ്റാണ് അത്. അപ്പോൾ കുറച്ചൊരു വ്രണം പോലെയാവും ശ്വാസക്കുഴലിൽ. അപ്പോൾ അത് ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ കഴിക്കാം, വേറെ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ. പിന്നെ ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. ആവി പിടിക്കുന്നത്. പിന്നെ ചുമക്കാതിരിക്കാൻ മരുന്ന് കഴിക്കാം. നമ്മുടെ ഈ വലത്തേക്ക് തിരിയുന്ന ഇതുകൊണ്ട് തന്നെയായിരിക്കും പൊസിഷൻ മാറുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്താണ് അതിൻ്റെ കൂടുതൽ ഉള്ളതെന്നുണ്ടെങ്കിൽ
വേറൊരു പൊസിഷനിലോട്ട് നമ്മൾ മാറുമ്പോൾ ആ സ്ഥലം വേദന എടുക്കാം. വേറെ ഒന്നും ഇല്ലയെന്ന് ഉറപ്പാക്കണം. നെഞ്ചുവേദന ഉള്ളതുകൊണ്ട് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പാക്കുക എന്നുള്ളതാണ്. എനിക്ക് ശകലം കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല. 208 അല്ല, നെഞ്ചുവേദന കൂടുതലായിട്ട് അനുഭവപ്പെടണമെങ്കിൽ കൂടുതൽ പരിശോധന ചെയ്യിക്കും അടുത്തുള്ള ആശുപത്രിയിലെ. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. ആരാണ് വിളിക്കുന്നത്? ഹരിപ്പാട് ഗണേഷാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം, ഗണേഷ് ചോദിച്ചോളൂ. ഡോക്ടറെ, ഞാൻ ഇതൊരു 7 വർഷമായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഞാനിങ്ങനെ പൊടിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അടിക്കുമായിരുന്നു. ഞാൻ ബസ്സിന്റെ അത് കണ്ടക്ടർ, അത് 7 വർഷം മുമ്പാണ്. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു ആശുപത്രി പോയപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ എന്നോട് ഇതുപോലെ ഒരു ഇൻഹേലർ തന്നിട്ട് പറഞ്ഞു, അത് ഫൊറാക്കോട്ട് 200 എന്ന് പറയുന്നൊരു മരുന്ന് വാങ്ങണം, വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു തടസ്സം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തോന്നാറില്ല. പക്ഷെ ഇത് എനിക്ക് ഒഴിവാക്കാൻ കഴിയുമോ ഡോക്ടറെ? ഒപ്പം തന്നെ ഈ മരുന്ന് ഇതിന്റെ ഡോസ് കുറയ്ക്കണോ, അല്ലെങ്കിൽ ഇതിപ്പോ നമുക്ക് നിരന്തരം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? ഇത് മാത്രമാണ് ചോദ്യം. ഓക്കെ, നന്ദി. ഇൻഹേലർ എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷെ തുടർച്ചയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ, വല്ലപ്പോഴും മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ആ സീസൺസ് കവർ ചെയ്യണമാണ് നല്ലത്. അതായത് ഇപ്പോൾ ഒരു തണുപ്പ് സീസൺ ഉണ്ടെങ്കിൽ ആ സീസൺ മുഴുവൻ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കും. അല്ലാതെ എപ്പോഴും ഇൻഹേലർ തന്നെയാണ് നല്ലത്. നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ അത് ബ്ലഡിൽ കയറിയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. ഇൻഹേലർ ആകുമ്പോൾ നേരെ ശ്വാസക്കുഴലിൽ മാത്രമേ വരുന്നുള്ളൂ. ഈ 200 മൈക്രോഗ്രാംസേ ഉള്ളൂ അതിനകത്ത്. അതിൻ്റെ 10% 15% ഉള്ളിൽ പോവുകയുള്ളൂ. അതുകൊണ്ടാണ് ഗർഭിണികൾക്ക് പോലും സേഫായിട്ട് എടുക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു ഭയവും വേണ്ട ഇൻഹേലർ എടുക്കുന്നതിനെ പറ്റി. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. COPD എന്ന രോഗത്തെക്കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ റെസ്പിറേറ്ററി മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കേശവൻ നായരാണ്. നന്ദി, നമസ്കാരം.